6ാം വർഷ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. പരീക്ഷാ തയ്യാറെടുപ്പുകൾ എങ്ങനെ എളുപ്പമാക്കാമെന്നും എങ്ങനെയൊക്കെ പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങാമെന്നും നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സഹപാഠികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1. സിലബസ് കൃത്യമായി മനസ്സിലാക്കുക. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിലബസ് കൺമുന്നിൽ വെക്കുക എന്നതാണ്. ഏതൊക്കെ ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക, ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എന്ന് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ഇത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ സഹായിക്കും പഠനം. രണ്ടാമതായി നിങ്ങൾ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. ബാക്കിയുള്ള ദിവസങ്ങൾ പ്ലാൻ ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. പ്രയാസമുള്ള വിഷയങ്ങൾ രാവിലെ പഠിക്കാൻ ശ്രമിക്കുക. ഓരോ 50 മിനിറ്റ് പഠനത്തിന് ശേഷവും 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് തലച്ചോറിന് കൂടുതൽ കാര്യങ്ങൾ ഓർത്തുവെക്കാൻ സഹായിക്കും. പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാ ഭാഗങ്ങളും തീർക്കാൻ സാധിക്കുന്ന രീതിയിൽ സമയം ക്രമീകരിക്കുക. ടിപ്പ് 3. റിവിഷൻ നോട്ട്സ്. വായിക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു ബുക്കിൽ കുറിച്ചു വെക്കുക. ഡയഗ്രാംസ്, കീവേഡ്സ് എന്നിവ നോട്ട്സിൽ ഉൾപ്പെടുത്താം. പരീക്ഷയുടെ തലേ ദിവസം വലിയ പാഠപുസ്തകങ്ങൾ മുഴുവൻ വായിക്കുന്നതിനേക്കാൾ ഈ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് സമയം ലാഭിക്കാനും ആത്മവിശ്വാസം കൂട്ടാനും സഹായിക്കും. ടിപ്പ് 4. പഴയ ചോദ്യപേപ്പറുകൾ പരീക്ഷിക്കുക. പരീക്ഷാ പേപ്പർ എഴുതി തന്നെ പരിശീലിക്കുക. നിശ്ചിത സമയത്തിനുള്ളിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത് പരീക്ഷാ ഹാളിലെ പേടി ഒഴിവാക്കാനും സമയം കൃത്യമായി ഉപയോഗിക്കാനും നിങ്ങളെ സഹായിക്കും. ടിപ്പ് 5. ആരോഗ്യവും മാനസികാവസ്ഥയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷാ പേടി മാറ്റുക എന്നതാണ്. നന്നായി ഉറങ്ങാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. ടെൻഷൻ അടിക്കാതെ ശാന്തമായി പരീക്ഷയെ സമീപിച്ചാൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും. ഈ മാസം 23-ാം തീയതിയാണ് നമ്മുടെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അതുവരെ നന്നായി പഠിക്കാം. നമ്മളൊട്ടും തോൽക്കാൻ പാടില്ല. കാരണം ഈ ഒരു 6th സെമ്മിൽ തോറ്റാൽ പിന്നെ നമുക്ക് ഒരു വർഷം പോയി അടുത്ത ജൂനിയേഴ്സിൻ്റെ കൂടെയാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ള സെമ്മൊക്കെ ആരെങ്കിലുമൊക്കെ തോറ്റിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സെമ്മ് തോക്കാതെ എല്ലാവരും ജയിക്കാൻ നോക്കാം. അതേപോലെ തന്നെ നല്ല വൃത്തിയിൽ എഴുതുമ്പോൾ തന്നെ ഈ എവാലുവേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കൊരു ഇമ്പ്രഷൻ തോന്നും. അങ്ങനെ നമുക്ക് മാർക്ക് കൂടാം. സോ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ പോയിൻ്റ് വൈസ് ആയിട്ട് നല്ല കോളം ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് ആൻസേഴ്സ് നല്ല വൃത്തിയിൽ എഴുതുക. അതുകൂടാതെ എക്സാം ഹാളിൽ കയറിയാൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം വായിച്ച് നോക്കുക. അതായത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ടൈം മാനേജ്മെൻറ്റ് മെയിനായിട്ട് വേണം. അതായത് ലോങ് ആൻസേഴ്സിന് ഒരുപാട് സമയമെടുത്തിട്ടും ഷോർട്ട് ആൻസേഴ്സിന് കുറച്ച് സമയമെടുത്തിട്ടും ചെയ്യുക. അതായത് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി നോക്കാം, നല്ല വൃത്തിയിൽ എഴുതുക. അങ്ങനെ നമ്മൾ എഴുതിയ എസ്സേക്കൊക്കെ കീവേഡ്സൊക്കെ അണ്ടർലൈൻ ചെയ്യുന്നത് കുറച്ചും കൂടെ മാർക്ക് കിട്ടാൻ സഹായിക്കും. ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.